നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ വിവാഹത്തിന് ഇഷ്ടമുണ്ടായിട്ടല്ല. വിവാഹത്തിന് ഞാൻ സമ്മതിച്ചാലെങ്കിലും അച്ഛൻ എന്നോട് അല്പ സ്നേഹവും അടുപ്പവും കാണിക്കുമെന്നുള്ള ആഗ്രഹം കൊണ്ടാ അച്ഛന്റെ തീരുമാനം ഞാൻ ശരിവെച്ചത്. പക്ഷേ എന്നേക്കുമായി അച്ഛന് പിരിയണമല്ലോ എന്ന് ആലോചിക്കുമ്പോ എന്നോട് വെറുപ്പായിരുന്നെങ്കിലും ദേഷ്യം കാണിച്ചിരുന്നുവെങ്കിലും അച്ഛൻ ഇത്രയും നാളും എന്റെ അരികിലുണ്ടായിരുന്നു. അച്ഛനെ പിരിഞ്ഞ് അകലേക്ക് പോവാൻ എനിക്കാവില്ല. ഈ വിവാഹം നടക്കാൻ പാടില്ല. അമ്മേ, വിവാഹ തീയതി കുറിക്കുന്നത് വരെ കാര്യങ്ങളെത്തി. നമുക്കിനി അധികം ദിവസങ്ങൾ മുമ്പിലില്ല. എന്തെങ്കിലും ചെയ്ത് ഈ വിവാഹം മുടക്കണം. അമ്മ എന്തോന്നും മിണ്ടാത്തത്? മോനെ, ജീവിതത്തിൽ എല്ലാവർക്കും പല ലക്ഷ്യങ്ങളും കാണും. പക്ഷെ ഈ അംബികയ്ക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ആഗ്രഹം അതൊന്നേ ഉള്ളൂ. ഋതികയുമായുള്ള നിന്റെ വിവാഹം നടക്കും. ഈ ആസ്തി മുഴുവൻ നമ്മുടെ വരുതിയിൽ വരും. ആ ലക്ഷ്യത്തിലെത്താനാണ് എല്ലാ അപമാനവും സഹിച്ച് ഇല്ലാത്ത സ്നേഹം അഭിനയിച്ച് ഞാനിവിടെ താമസിക്കുന്നത്. നമ്മൾ ലക്ഷ്യത്തിലെത്തും മോനെ. അശ്വിനുമായുള്ള ഋതികയുടെ വിവാഹം ഞാൻ മുടക്കും. എല്ലാം കൈവിട്ടു പോയി. ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും വിധിച്ചതല്ലേ നടക്കൂ. വിധിയെ തടുക്കാൻ ആർക്കാ സാധിക്കുക? ഒന്ന് ചുറ്റും നോക്കിയ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എത്ര ആളുകളെ കാണാം. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ദൈവത്തിന് ഈ ഋതികയുടെ പ്രാർത്ഥന കേൾക്കാൻ സമയമുണ്ടായി കാണില്ല. ഋതിക മാഡം, ഇത് മാഡത്തിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അലമാരയിൽ വെച്ചേക്ക്. ഋതിക മാഡം, ശ്രീകല മാഡം അണിയിച്ചെന്ന ഇവള കയ്യിലിടാറില്ലേ? ഇതുവരെ ഭാഗ്യത്തിന് ഇതാരും ശ്രദ്ധിച്ചിട്ടില്ല. എന്തിനാ മാഡം വർമ്മ സാറിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നത്? മാഡം ആ വള കയ്യിലിട്. ഞാനൊന്ന് ഫ്രഷപ്പ് ആയിട്ട് വള കയ്യിലിട്ടോളാം. നീ പൊയ്ക്കോ. ശരി മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.